ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേടണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു സംഗതി വന്നത്. കുളിച്ച് ഫ്രഷായി, കാരണം ഇന്ന് എനിക്ക് എൻ്റെയാണ് ബാത്റൂം ക്ലീനിങ്. അപ്പോൾ ബാത്റൂം ക്ലീനിങ്ങൊക്കെ ചെയ്ത് ഇന്നൊരു ഞായറാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ പകല് ഓടിയങ്ങ് പോയി. കാരണം വെറുതെ ബെഡിൽ കിടക്കുക, ഫോണ് കാണുക, ഇൻസ്റ്റഗ്രാം കാണുക, യൂട്യൂബ് വീഡിയോസ് കാണുക, ഇത് തന്നെ പരിപാടി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് പേരുടെയും ഡെയിലി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നാട്ടുകാരുള്ള ആരെങ്കിലുമൊക്കെ പരിചയക്കാരുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി കവലയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ മറ്റൊക്കെ പോയിരുന്ന് സംസാരിക്കുകയും മറ്റ് നാട്ടുവിശേഷങ്ങൾ പറയുകയും നാട്ടുകാരുടെ പത്ത് നുണ പറയുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ. ഇപ്പം അതൊന്നും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ വിദേശ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പൊതുവേ അതായത് ഇങ്ങനെ ബെഡ് സ്പേസിലൊക്കെ ഉള്ള ആൾക്കാർക്ക്, ഫാമിലി ആയിട്ടൊന്നും അല്ല, സിംഗിളായിട്ട് ബെഡ് സ്പേസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഇതൊക്കെ ആയിരിക്കും അവരുടെ ഒരു നേരം പോക്കെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഏജ് ഒരു വിഷയമാണ് അല്ലേ. വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർ അവിടെ ഇരിക്കാതെ പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ പോയി രണ്ട് നൈറ്റിയൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ കറങ്ങുമായിരിക്കാം. അതിപ്പോൾ വളരെ ചെറുപ്പമൊന്നുമല്ല, ഒരിടത്തരംകാരാണെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഏജ്, നമ്മുടെ ഒരു ഏജ് കഴിയുന്നതല്ല വിഷയം തോന്നുന്നു. നമുക്കൊരു സമയം കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾക്കൊരു വ്യത്യാസം വരും. ആ വരുന്ന വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപക്ഷെ ഇനിയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേടണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു സംഗതി വന്നത്. ഇതുവരെ ഞാൻ കരുതിയിരുന്നു, അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നതെന്ന് വെച്ചാൽ മരിക്കും, ജീവിക്കും, മരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടി വെച്ചിട്ട് ഇതുകൊണ്ട് എങ്ങോട്ടാ പോകാനാ എന്നൊക്കെ ചിന്തിച്ചിരുന്നേ. പക്ഷെ ഇതുകൊണ്ട് എങ്ങോട്ടും പോകാനല്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റേബിളായിട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഒരു വ്യക്തിക്ക് നമുക്ക് നാട്ടിൽ താമസിക്കാനുള്ള സൗകര്യവും, അവനൊരു ചെറിയ വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കൊട്ടാരം വേണമെന്നല്ല, അവന് കയറി കിടക്കാൻ, ഇറക്കി വിടാതെ കയറി കിടക്കാൻ ഒരു ഇടം ഉണ്ടെങ്കിൽ അതും, പിന്നെ അവന് ഡെയിലി ജീവിച്ചു പോകാനുള്ളൊരു വരുമാനവും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നാട്ടിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കരുതുന്നത്, ഒരിക്കലും നമ്മൾ ഒരു എംപ്ലോയർ ആയിട്ട് ജീവിക്കരുത്. നമ്മളെന്താ പറയുക, നമ്മളൊരാളുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒക്കെ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരരുത്. കാരണം അങ്ങനെ ചെയ്യാതെ നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഇപ്പോൾ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഒക്കുന്നവരത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് അടിപൊളിയായിരിക്കും. കാരണം ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് നിൽക്കുന്നതും നമ്മൾ തന്നെ സ്വന്തമായി എന്തെങ്കിലും ഏൺ ചെയ്യുന്നതുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഏൺ ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ഏൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സും ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ടാക്കാൻ, നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അത്രയും സന്തോഷമുള്ളൊരു സംഭവം വേറെ കാണത്തില്ല കേട്ടോ. ഭയങ്കര രസമായിരിക്കും. നമുക്ക് രസമുള്ള കാര്യങ്ങൾ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്ത് ജീവിക്കാനുള്ളൊരു മാർഗം, അതിനുള്ളൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും ക്ലിക്കാവില്ല, അത് വേറൊരു കാര്യം കേട്ടോ. ഞാൻ കുറേ കാലം കൊണ്ട്, 4-5 കൊല്ലം കൊണ്ട് ശ്രമിക്കുന്നതാണ്. പിന്നെ അത് നമ്മുടെ ശ്രമത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതേന്നും പറഞ്ഞൊക്കെ നിൽക്കണം. നമ്മളത് അങ്ങനെ ചെയ്യാനുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ അതിനുള്ള ഒരു കേപ്പബിലിറ്റിയും വേണം. ഇപ്പോൾ എനിക്കതില്ല, അത് ഞാൻ ഉള്ളതങ്ങ് പറയാം. എനിക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അത് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഇതിനായിട്ട് ഇറങ്ങാനായിട്ടുള്ളൊരിതോ എനിക്കില്ല. അപ്പോൾ എനിക്കത് ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഈ രാവിലെ തൊട്ട് നേരം വെളുത്ത് ഇരുട്ടുന്നത് വരെ ഒരു ജോലിക്ക് പോയിട്ട് വന്ന് കയറി കിടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, രാത്രിയാവുന്നു, വരുന്നു, കയറി കിടന്നുറങ്ങുന്നു. ഇങ്ങനെ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആ ഒരു സാധനം കിട്ടത്തില്ല. പക്ഷേ ഇത് പറയുന്നത് കേട്ടുകൊണ്ട് ആരും ജോലിക്ക് പോകണ്ട എന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓവറായിട്ടുള്ള ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ആ ഒരു രീതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യങ്ങൾ നമുക്കിപ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര രസകരമായിട്ടും നിങ്ങൾക്ക് ജീവിതം ഇങ്ങനെ അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് പോകാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ
ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പല കോണ്ടൻറ്റുകളും എടുത്ത് അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യാമെന്ന് കരുതി. അത് 1-2 വീഡിയോസ് ചെയ്തിട്ടൊന്നും അതിന് ഞാൻ പേഴ്സണലി എൻ്റെ കാര്യങ്ങൾ പറയും പോലത്തെ ഒരു റീച്ച് അല്ലെങ്കിൽ ആ ഒരു ആളുകളിലേക്ക് എത്തുന്നില്ല ഇത് എന്നുള്ളത് ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പേഴ്സണലി എന്നും പറയാൻ ദുഃഖവും സങ്കടവും അല്ലെങ്കിൽ വിഷമങ്ങളും അങ്ങനൊരു സാധനം എനിക്ക് എന്നും പറയാനായിട്ടില്ല. ഉള്ളത് 1-2 ഉണ്ടായിരുന്നതങ്ങ് പറഞ്ഞ് കഴിഞ്ഞു പോയി. അത് മാത്രമേ നിങ്ങൾ കാണൂ എന്നുള്ളെങ്കിൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാമെന്ന് കരുതി പുതിയ ഓരോന്ന് ആഡ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് അതൊന്നും അങ്ങോട്ട് ഇതാവുന്നില്ല, വർക്കൗട്ട് ആവുന്നില്ല. മേ ബി എൻ്റെ പ്രസൻറ്റേഷൻ മോശമായതുകൊണ്ടായിരിക്കാം, അല്ലേ? ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടായികയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ സൺഡേ ഇന്നത്തെ ദിവസം എൻ്റെ പോയത് എങ്ങനെയാണ്? ഞാൻ ജസ്റ്റ് ഇതുവരെ 5 മണി വരെയും ഫോണിനകത്ത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്ന് അതിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്ത് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് അതങ്ങ് പോയി. പിന്നെ ഞാൻ എന്ന് പറയുന്നത് കുറച്ച് ഈ ക്യാമറ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അത്ര വലിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും എൻ്റെ ഇല്ല. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എൻ്റെ ബെഡിൻ്റെ അടുത്ത് എപ്പോഴും കാണും. അതായത് ഒരു ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അത് പ്ലേസ് ചെയ്യുന്ന ട്രൈപോഡ്, അങ്ങനെ. പിന്നെ അതുപോലെ എൻ്റെ ബെഡിൻ്റെ സൈഡിലൊക്കെ കാണാം ഒരു വാട്ടർ ബോട്ടിൽ കാണാം. അതുപോലെ വാച്ച്, പിന്നെ എൻ്റെ ഒരു സ്പെക്ക് ഈ അടുത്തിടയ്ക്ക് മേടിച്ച ഒരു മറ്റേ കുറഞ്ഞ ചെറിയൊരു സ്പെക്ക് മേടിച്ചായിരുന്നു. അതിങ്ങനെ വെച്ച് ഒരു ലാപ്പ്. അപ്പോൾ എൻ്റെ ബെഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാണുന്നത്, ഹെഡ്സെറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഞാനിങ്ങനെ കിടന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കാണുന്നു. അതിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യുന്നു, ഏറ്റവും അടുത്തുള്ള 1-2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാവരുടെയും ഡെയിലി റൊട്ടീൻ പോകുന്നതെന്ന് എനിക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന കണക്ക് ഒരു ചെറിയ എന്താ പറയുക, ഇത് ബാൽക്കണിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ബാൽക്കണിയിലായിരിക്കും സിയുടെയൊക്കെ ഔട്ട്ലെറ്റുകൾ വെച്ച് മറ്റേ എന്നാ പറയുക, കംപ്രസറും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കാരണം റൂം ഫുൾ എപ്പോഴും 24 മണിക്കൂറും സി ഓടിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്, ആളുണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ചൂടാണ് വെളിയിൽ. അപ്പോൾ നമുക്ക് നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ പൊതുവേ അങ്ങനെയാണ്, എല്ലായിടവും സി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ശബ്ദം നിങ്ങളൊന്ന് കേട്ടു നോക്കേ. കണ്ടില്ലേ? അപ്പോൾ ഇത്രയും ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നമുക്ക് അവിടെ ചെന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം പുറത്ത് സൂര്യൻ്റെ ചൂട് പ്ലസ് ഈ കംപ്രസറിൻ്റെ ചൂട്, ഇതെല്ലാം കൂടെ കൊണ്ട് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ സൂര്യൻ്റെ ചൂടേ ഉള്ളൂ. ഈ ഭാഗത്ത് കംപ്രസറില്ല, പക്ഷേ അപ്പുറത്തുള്ള ബാൽക്കണിയിലാണ് ഞാൻ കാണിച്ചത്. അത് പക്ഷേ വലിയ ബാൽക്കണിയാണ്. അപ്പോൾ അങ്ങനെ. പിന്നെന്ന് പറയുന്നത്, നമുക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സമാധാനം വേണം. സമാധാനം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളായിരിക്കണം, വൈബ് പിള്ളേരായിരിക്കണം. ഇപ്പം ഞാനെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതല്ല. ഇനി പ്രായത്തിൻ്റെ ആണോ അതോ ഇനി ഞാൻ ഇങ്ങനെയാണോ എന്നും എനിക്കറിയത്തില്ല. എനിക്ക് അത്ര വൈബൊന്നുമില്ല. വൈബെന്ന് വെച്ചാൽ വെറുതെ കിടന്നിട്ട് ചാടാനും വെള്ളം വെക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് സ്പേസാണ് വേണ്ടത്. നമുക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ഒരെണ്ണം സംഘടിപ്പിക്കാൻ നോക്കുക. ഒരു സ്റ്റുഡിയോ റൂം ആയാലും മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ആ ഒരു സ്പേസ് അത്രയും നമ്മുടെയാണ്. നമുക്ക് തുറന്ന് സംസാരിക്കാനും, നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനും, നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. ഇപ്പോൾ ഒരു റീൽ എടുക്കുകയാണെങ്കിൽ പോലും 2 സ്റ്റെപ്പ് തുള്ളി ചാടണമെന്നുണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് കിടന്ന് തുള്ളി ചാടാതെ. നമുക്ക് അത് ചാട്ടം ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല, പക്ഷേ അത് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും ആ ഒരു ഫ്രീ സ്പേസ് നമുക്ക് കിട്ടുമ്പോൾ. അങ്ങനെയൊക്കെയാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ എൻ്റെ തെറ്റിദ്ധാരണയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യണമെന്ന് കരുതി ഞാനിങ്ങനെ വേറെ കുറേ കോണ്ടൻറ്റൊക്കെ എടുത്ത് അവരുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അവർ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്ത് ഒക്കെ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ ലാസ്റ്റ് 2 വീഡിയോസിൻ്റെ ഒരു ഒഴുക്കും പോക്കും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ട് നമ്മളങ്ങനെയല്ല, അത് കണ്ടിന്യൂ നമ്മൾ ചെയ്തു പോയാലേ അതിലേക്ക് ആൾക്കാർ വരൂ എന്നെനിക്കറിയാം. പക്ഷേ എനിക്കിപ്പോൾ നിലവിലുള്ള ആർക്കും അതങ്ങോട്ട് ആക്സെപ്റ്റബിൾ അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ആരും അത് കാണുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ എന്താ ഇപ്പോൾ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും ഒരു പിടിയില്ല. പക്ഷേ എനിക്കിതെങ്ങനെയെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ട്. അത് ഞാൻ എന്ത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലാണ് ഇത് ഇങ്ങനെ പോവുക. അപ്പോൾ എൻ്റെ ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, അതൊരു വിരലിലെണ്ണാവുന്ന ഒരു 10-30 പേരൊക്കെ ചിലപ്പോൾ പറയും നീ എന്ത് ചെയ്താലും നമ്മൾ കാണാം എന്ന്. പക്ഷേ അത് നിങ്ങൾ 30 പേരെ കാണൂ. അത് 30 പേര് കണ്ടതുകൊണ്ടല്ല നമുക്കിത് അവർ കാണണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ആ കാണുന്നത് അവർ മാത്രം കണ്ടാൽ നമുക്ക് ഇത് മുന്നോട്ട് പോവില്ല. നമുക്കിത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ
ലക്ഷക്കണക്കിന് വ്യൂസ് വരണം, വന്നിട്ടേ ഇതിൽ കാര്യമുള്ളൂ. അല്ലാണ്ട് ഈ ചെറിയ തോതിലുള്ള വ്യൂസ് കൊണ്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമുക്കെപ്പോഴും വേണ്ടത് ഇതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്താലേ നമുക്ക് ഇതിലേക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ ഇപ്പോൾ ജോലിയുണ്ട്, ജോലി ചെയ്യുന്നു, ജോലി ചെയ്തുകൊണ്ട് ഇത് വളർത്തി കൊണ്ടുവരണമെന്നുണ്ട്. അതിപ്പോൾ ഈ ജോലി എന്നല്ല, ഏത് ജോലിയായാലും ഞാൻ ചെയ്യാൻ എനിക്കങ്ങനെ മടിയൊന്നും ഉള്ള ആളല്ല. ഏത് ജോലി ഞാൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ വേറൊരു ജോലി, ഏതെങ്കിലും ഒരു ജോലി, ഇതിൽ ജോലി ചെയ്തുകൊണ്ടേ നമുക്കിതും കൂടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോഴും അതിൽ കുറേ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്, ടൈം ലിമിറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും ഇന്നിപ്പോൾ ഫുൾ ഡേ ഒഴിവല്ലായിരുന്നു, എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്പേസ് വേണം, ഫ്രീ ആയിട്ടൊരു സ്പേസ് വേണം. നമ്മുടേതായിട്ട് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ ഒരു പക്ഷേ അത് സാധിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. എന്നെ പോലൊരു വ്യക്തിക്ക്, എല്ലാവർക്കും അല്ല, നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എവിടെയും എന്തും പറയാൻ കുഴപ്പമില്ലാത്തവർക്ക് അത് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് വീഡിയോസ് കൂടി അങ്ങനെ നമ്മുടെ ഓരോ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അങ്ങനെ ചെയ്ത് നോക്കാം അല്ലേ, ചെയ്തൊക്കെ നോക്കാമെന്ന് കരുതുന്നു. സംഭവം ഈ മൈക്ക് ചാർജ് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കുറച്ച് ദിവസം ചാർജ് ചെയ്തിട്ടാണ്, ഞാൻ മറന്നേ പോയി. അപ്പോൾ കുറച്ച് നേരം റെക്കോർഡ് ചെയ്തപ്പോൾ ഇത് ഡിസ്കണക്റ്റഡ് എന്ന് കാണിച്ച്. ഒരു പക്ഷേ എൻ്റെ വോയിസ് പ്രോപ്പറായിട്ട് കിട്ടണം എന്നില്ല ഇതിനകത്ത്. ഈ ഒരു വീഡിയോയും എന്ത് ചെയ്താലും അവസാനം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, പക്ഷേ ഒന്നും അങ്ങോട്ട് സക്സീഡ് ആവുന്നില്ല. അതിന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഒരു ചാനലിനെ ഒരു നമ്മുടേതായിട്ടുള്ള കുറച്ച് പ്രേക്ഷകരെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ആക്ടിവിറ്റീസ് കണ്ട് ഇഷ്ടപ്പെടണമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നത് കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ ഡെയിലി ഒരു വ്ളോഗ് ഇങ്ങനെ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഒന്നും പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യണം. മൈക്ക് ഞാനെടുത്ത് കൊണ്ടുവന്ന് ചാർജ് ചെയ്യാനിട്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പുറത്ത് നിന്നാണല്ലോ, എന്തോ ചൂടെന്ന് നോക്ക്, വിയർക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് വിയർത്ത് കുളിച്ചൊരു പരുവമായി. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് വിചാരിച്ചേ എന്നാൽ പിന്നെ എന്താ ചെയ്യാം, ഒന്ന് കുളിച്ച് ഫ്രഷായി. കാരണം ഇന്ന് എനിക്ക് എൻ്റെയാണ് ബാത്റൂം ക്ലീനിങ്. അപ്പോൾ ബാത്റൂം ക്ലീനിങ്ങൊക്കെ ചെയ്ത് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം അല്ലേ എന്ന് കരുതുന്നു.